കഴിഞ്ഞ കൊല്ലം എൻ്റെ മോൾക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റരുത്. ഈ ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റിന്റെ മിസ്റ്റേക്ക് കാരണം ഒരാളുടെ ഐസറിലേക്കുള്ള സീറ്റാണ് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടത്. സോ ലിസൺ മീ കെയർഫുള്ളി. നിങ്ങളൊരു OBC/NCL കാറ്റഗറിയിൽ പെട്ടൊരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ഇനി 2026 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ബ്രോഷറിൽ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റിന് ശേഷമുള്ള OBC/NCL സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. നിങ്ങൾ JEE എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു OBC/NCL സർട്ടിഫിക്കറ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അത് ഈവൻ പുതിയതും ആയിരിക്കും. പക്ഷെ ഐസറിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ICER.admission.in വെബ്സൈറ്റിലുള്ള സെയിം ഫോർമാറ്റിലുള്ള OBC/NCL സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ആൻഡ് അതിൽ മെൻഷൻ ചെയ്യുന്ന പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യുന്ന ഡേറ്റിന് ശേഷമുള്ള ഒരു പുതിയ OBC/NCL സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐസറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു OBC/NCL സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിച്ചു കൊടുക്കുക. അതുകൂടാതെ ഫ്രീ ആയിട്ട് തന്നെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.